മെത്തേഡിൻ്റെ നമ്മൾ പ്രോബ്ലം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നു, ഇഷ്യൂ തന്നിട്ടുണ്ട്, ദെൻ ഇഷ്യൂ ദെൻ 13-ാം തീയതി ഒരു റിസീവ് നടന്നിട്ടുണ്ട്. അത് സാധാരണ നമ്മൾ റിസീവ് ചെയ്യുമ്പോൾ അപ്പോൾ ടോട്ടൽ നമ്മൾ 250 30 രൂപയ്ക്ക് 7500, ദെൻ 200 28 രൂപയ്ക്ക് 5600, ഇത്രയാണ് നമ്മളുടെ അന്ന് ബാലൻസ് ഉള്ളത്. ദെൻ റീഫണ്ട് ഓഫ് സർപ്ലസ് ഫ്രം എ വർക്ക് ഓർഡർ 15 kg അറ്റ് ₹25. 15 കിലോ റീഫണ്ട് വന്നിട്ടുണ്ട്. റീഫണ്ട് ഓഫ് സർപ്ലസ്, അതായത് ഒരു ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുത്തത് സർപ്ലസ് ആയിട്ട് തിരിച്ചു വന്നു. അങ്ങനെയാണെങ്കിൽ നമ്മളതിൽ റെസിപ്റ്റിൽ കാണിക്കും. അപ്പോൾ എത്ര രൂപയ്ക്കാണ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, 25 രൂപയ്ക്കാണെന്നുള്ളത്. അപ്പോൾ 25 രൂപയ്ക്ക് നമ്മൾ റിട്ടേൺ ചെയ്തതായിട്ട് കാണിക്കും. അപ്പോൾ നമ്മളുടെ ബാലൻസ് എന്തൊക്കെയാണുള്ളത്? 250 30 രൂപയ്ക്ക്, 200 28 രൂപയ്ക്ക്, 15 25 രൂപയ്ക്ക്. ഓക്കെ, ഇനി പിറ്റേ ദിവസം നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന 180 കിലോഗ്രാമാണ്. അവിടെ ശ്രദ്ധിക്കാം, ഈ 150 നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് 150 ഇഷ്യൂ ചെയ്യുന്നു. അതിൻ്റെ മുന്നേ ഇത് 16-ാം തീയതിയാണ് ഇഷ്യൂ ചെയ്യുന്നത്. അതിൻ്റെ മുന്നേ ഇവിടെ നോട്ടിൽ ശ്രദ്ധിക്കാം, ഇഷ്യൂഡ് ആർ ടു ബി പ്രൈസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. The stock verifier of the factory noted that on 15th he had found a shortage of 10 kg. 10 കിലോ ഷോർട്ടേജ് ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് 15-ാം തീയതി. അങ്ങനെയാണെങ്കിൽ ആ 10 കിലോ എവിടെയാണ് കാണിക്കുക? ഷോർട്ടേജ് വരുമ്പോൾ നമ്മളത് ഇഷ്യൂലാണ് കാണിക്കുക. അപ്പോൾ ഈ 10 കിലോ 25 രൂപയ്ക്ക്, അതായത് 15th he had found a shortage of 10 kg. 10 kg 25 രൂപയ്ക്ക് എന്ന് പറയുന്നത് തൊട്ട് മുന്നേ നമ്മൾ എത്രയ്ക്കാണോ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുള്ളത് അതാണ് നമ്മൾ കാണിക്കേണ്ടത്. അപ്പോൾ തൊട്ട് മുന്നേ എന്ന് പറയുന്നത് 25 രൂപയ്ക്കാണ്. അപ്പോൾ ആ 25 രൂപയ്ക്കാണ് നമ്മളിവിടെ ഇഷ്യൂ ചെയ്തതായിട്ട് കാണിക്കുന്നത്. സോ അപ്പോൾ ആ 10 25 രൂപയ്ക്ക് എന്നുള്ളതിൽ ആദ്യത്തെ ഈ 15-ൽ നിന്ന് എന്തായി? 15-ൽ നിന്ന് 10 പോയി, ബാക്കി 5ആണ് ആ ദിവസം ബാലൻസ് ഉള്ളത്. സോ 15-ാം തീയതി ബാലൻസ് ഉള്ളത് എന്തൊക്കെയാണ്? 15-ാം തീയതി ബാലൻസ് ഉള്ളത് 15-ാം തീയതി ശ്രദ്ധിക്കുക, ബാലൻസ് ഉള്ളത് 250 30 രൂപയ്ക്ക്, 200 28 രൂപയ്ക്ക്, 5 25 രൂപയ്ക്ക്, ഇത്രയാണ് ബാലൻസ് ഉള്ളത്. ദെൻ 16-ാം തീയതി ഇഷ്യൂ നടത്തി 180 കിലോ. അപ്പോൾ ഈ 16-ാം തീയതി ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ്? ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടാണ്. അപ്പോൾ ലാസ്റ്റുള്ള 5 ക്വാണ്ടിറ്റി ആദ്യം എടുക്കും, 5 25 രൂപയ്ക്ക്. ബാക്കി അതിൻ്റെ തൊട്ട് മുന്നേ ഉള്ള മെറ്റീരിയൽസിൽ നിന്ന് 175 മെറ്റീരിയൽസ് 28 രൂപേൻ്റെ എടുത്തു. അപ്പോൾ ഓക്കെ, അന്ന് ബാലൻസ് എന്തൊക്കെ ഉണ്ടായിരിക്കും? ആദ്യത്തെ 250 അത് അതുപോലെ തന്നെ ഉണ്ടായിരിക്കും. പിന്നത്തേൽ 25 ക്വാണ്ടിറ്റിയാണ് ബാലൻസ് ഉണ്ടാകുക 28 രൂപയ്ക്ക്. അപ്പോൾ 7500 700 ആണ് അന്നത്തെ ദിവസം ബാലൻസ് ഉണ്ടാവുക 16-ാം തീയതി. ഇനി 20-ാം തീയതി റിസീവ്ഡ് ഫ്രം എ വെൻഡർ, പർച്ചേസ് നടത്തി. ദെൻ 24-ാം തീയതി ഇഷ്യൂ നടത്തി. 25-ാം തീയതി റിസീവ്ഡ് ഫ്രം വെൻഡർ, റിസീപ്റ്റ് നടത്തി. ദെൻ 26-ാം തീയതി ഇഷ്യൂ നടത്തി. ഇനി ഇവിടെ നോട്ടിൽ ഒന്നുകൂടെ നോക്കുക, on 27th അനദർ ഷോർട്ടേജ് ഓഫ് 8 kg നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 27-ാം തീയതി ഒരു ഷോർട്ടേജും കൂടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, 8 കിലോ ആണ്. പിന്നെ 27-ാം തീയതി വേറൊരു ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട്, റീഫണ്ട് ഓഫ് സർപ്ലസ് ഫ്രം എ വർക്ക് ഓർഡർ. അതായത് നമ്മൾ കൊടുത്തിട്ടുള്ളതിന് റീഫണ്ട് വന്നിട്ടുണ്ട്. അതായത് 16-ാം തീയതി ഇഷ്യൂ ചെയ്തത് റീഫണ്ട് വന്നിട്ടുണ്ട്. അതായത് ഇത് നമ്മൾ റെസിപ്റ്റ് കോളത്തിലും കാണിക്കും, ഇത് നമ്മൾ ഇഷ്യൂ കോളത്തിലും കാണിക്കും. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു റെസിപ്റ്റും ഒരു ഇഷ്യൂവും അറ്റ് എ ടൈമിൽ ഒരു ദിവസം തന്നെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ടൈം ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഏതാണ് ആദ്യം റെക്കോർഡ് ചെയ്യേണ്ടത്? റെസിപ്റ്റ് ആണ് ആദ്യം റെക്കോർഡ് ചെയ്യേണ്ടത്. അപ്പോൾ 27th നമ്മൾ 12 kg എന്നാണോ 16-ാം തീയതിത്തെ വില എന്താണെന്ന് നോക്കുക. 16-ാം തീയതിത്തെ വില 28 ആണ്. അപ്പോൾ അത് വിലയിൽ റെക്കോർഡ് ചെയ്യുക, റീഫണ്ട് വന്നതായിട്ട് കാണിക്കുക. ദെൻ അതിൻ്റെ ശേഷം അപ്പോൾ അന്നത്തെ ബാലൻസ് എന്തൊക്കെയാണ് ഉണ്ടാവുക? 211 208 ദെൻ 12. അത് കഴിഞ്ഞ് 27-ാം തീയതി ഷോർട്ടേജ് കാണിക്കുക. ഷോർട്ടേജ് 28 രൂപയ്ക്കാണ്. അതിൽ പറഞ്ഞിട്ടുണ്ട് 8 കിലോൻ്റെ ഷോർട്ടേജ് ഉണ്ട്. അപ്പോൾ ലേറ്റസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 28 രൂപയാണ്, 12. അപ്പോൾ അതിൽ നിന്ന് 12-ൽ നിന്നും 8 പോയി, ബാക്കി 4. അപ്പോൾ 211 208 4 ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ ഈ പ്രോബ്ലം നിങ്ങൾ കറക്റ്റായിട്ട് ഇതൊന്നും കൂടെ സൂം ചെയ്തിട്ടൊന്ന് പ്രോബ്ലം ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക. എന്നിട്ട് പ്രോബ്ലം ഒന്ന് നിങ്ങൾ തന്നെ സ്വയം ഒന്ന് ചെയ്ത് നോക്കുക എങ്ങനെയാണെന്നുള്ളത്. സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്, പക്ഷേ കുറച്ച് ക്ലറിക്കൽ വർക്ക് വരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒന്ന് ശ്രദ്ധിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലമാണ്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാത്തൊരു പ്രോബ്ലമാണ്. ഇനി ഫിഫോ മെത്തേഡിൽ ഒരു ലിഫോ മെത്തേഡിലും
പ്രോബ്ലം ഞാൻ തരാം, ക്വസ്റ്റ്യനിൽ തരാം. ഇനി നെക്സ്റ്റ് മെത്തേഡ് നമ്മൾ പറയാൻ പോകുന്നത് ആവറേജ് പ്രൈസ് മെത്തേഡ്. ആവറേജ് പ്രൈസ് മെത്തേഡിൽ നമ്മൾ പറഞ്ഞിരുന്നു, നമ്മൾ ഇതുവരെ പറഞ്ഞ മെത്തേഡിൽ കറക്റ്റായിട്ട് എത്ര രൂപയ്ക്കാണോ വാങ്ങിയിട്ടുള്ളത് അത്ര രൂപ നമ്മൾ ആ പ്രൈസാണ് കാണിക്കുന്നത്. പക്ഷേ ആവറേജ് മെത്തേഡിൽ നമ്മളുടെ അസംഷൻ എന്താണെന്ന് വെച്ചാൽ മെറ്റീരിയൽ പർച്ചേസ്ഡ് ഇൻ ഡിഫറെൻറ്റ് ലോട്ട്സ് ആർ സ്റ്റോർഡ് ടുഗദർ ആൻഡ് ഇഷ്യൂ കനോട്ട് ബി മെയ്ഡ് ഫ്രം എനി സ്പെസിഫിക് ലോട്ട്. അത് വളരെ ജെന്യൂൻ ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മൾ പല സമയത്തായിട്ട് വാങ്ങിയിട്ടുള്ള മെറ്റീരിയൽസാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്. ആ ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മൾ ഇന്ന സമയത്ത് വാങ്ങിയിട്ടുള്ള മെറ്റീരിയലാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ആവറേജ് മെത്തേഡാണ് അഡോപ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മളുടെ അസംഷൻ. സോ മെറ്റീരിയൽസ് ആർ ഇഷ്യൂഡ് അറ്റ് ആവറേജ് കോസ്റ്റ് പ്രൈസ് ഇറസ്പെക്റ്റീവ് ഓഫ് ദ പ്രൈസ് ആൻഡ് ഡേറ്റ് ഓഫ് പർച്ചേസ്. നമ്മൾ ഡേറ്റ് നോക്കണ്ട, പ്രൈസ് നോക്കണ്ട, മൊത്തം ആവറേജ് എത്രയാണോ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ പ്രൈസിനായിരിക്കണം നമ്മൾ ഇഷ്യൂ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ആവറേജ് പ്രൈസ് മെത്തേഡിൽ പറയുന്നത്. സോ അതിൽ വരുന്ന രണ്ട് മെത്തേഡിൽ ഒന്നാണ് സിമ്പിൾ ആവറേജ് പ്രൈസ് മെത്തേഡ്. ഇവിടെ ഇഷ്യൂ പ്രൈസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇഷ്യൂ പ്രൈസ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ ഡിവൈഡിങ് ദ ടോട്ടൽ ഓഫ് യൂണിറ്റ് പ്രൈസസ് ഓഫ് ദ മെറ്റീരിയൽ ഇൻ ദ സ്റ്റോക്ക് ഫ്രം വിച്ച് ദ മെറ്റീരിയൽസ് ആർ ഇഷ്യൂഡ്. എത്രയാണോ ടോട്ടൽ ഓഫ് ദ യൂണിറ്റ് പ്രൈസസ് ഓഫ് ദ മെറ്റീരിയൽസ്, എത്രയാണോ ടോട്ടൽ പ്രൈസ് ഡിവൈഡഡ് ബൈ ദ നമ്പർ ഓഫ് പ്രൈസസ് എൻറ്ററിങ് ഇൻ ദ കാൽക്കുലേഷൻ. എത്രയാണോ പ്രൈസസ് വരുന്നത്, ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ആദ്യത്തെ മെറ്റീരിയൽ 10 രൂപയ്ക്കായിരിക്കും, രണ്ടാമത്തെ മെറ്റീരിയൽ 15 രൂപയ്ക്ക്, മൂന്നാമത്തെ മെറ്റീരിയൽ 16 രൂപയ്ക്കാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ ആവറേജ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ടോട്ടൽ പ്രൈസ് യൂണിറ്റ് പ്രൈസ് ഡിവൈഡഡ് ബൈ ദ നമ്പർ ഓഫ് യൂണിറ്റ്സ് എൻറ്ററിങ് ദി കാൽക്കുലേഷൻ. അതായത് എത്രയാണോ ഈ 10 + 11 + അതിൻ്റെ ടോട്ടൽ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്തത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലിയർ ആവും. ഇതിൻ്റെ അപ്പോൾ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും കൂടെ നമുക്ക് പറയാം. മെത്തേഡിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് സിമ്പിൾ ടു ഓപ്പറേറ്റ് മറ്റേതുപോലെ തന്നെ. പക്ഷേ ഇതിൽ ക്ലറിക്കൽ വർക്ക് വളരെയധികം ഇല്ല. നമുക്ക് ലിഫോ മെത്തേഡിലും ഫിഫോ മെത്തേഡിലും ഒക്കെ കുറച്ച് അധികം വർക്കുകളുണ്ട്, പക്ഷേ ഇതിൽ അത്രയധികം വർക്ക് വരുന്നില്ല. ദെൻ ഇഷ്യൂ റേറ്റ് റിമെയിൻ ദ സെയിം അണ്ടിൽ എ ഫ്രഷ് പർച്ചേസ് ഈസ് മെയ്ഡ് ഓർ ദ കൺസൈൻമെൻറ്റ് ഗെറ്റ് എക്സോസ്റ്റഡ് ബിഫോർ ദ കറൻറ്റ് ഇഷ്യൂ ഇസ് മെയ്ഡ്. പുതിയൊരു ഇഷ്യൂ വരുന്നത് വരെ അല്ലെങ്കിൽ പുതിയൊരു പർച്ചേസ് വരുന്നത് വരെ ഇഷ്യൂ പ്രൈസ് സെയിം തന്നെ ആയിരിക്കും. അതായത് ആവറേജ് ആണല്ലോ വരുന്നത്. അപ്പോൾ പുതിയൊരു പർച്ചേസ് വരികയാണെങ്കിൽ ആ ആവറേജിൽ മാറ്റം വരും, പുതിയൊരു ഇഷ്യൂ വരികയാണെന്നുണ്ടെങ്കിലും ആ ആവറേജിൽ മാറ്റം വരും. ദെൻ മിക്സ്ഡ് ഫോം ഓഫ് പർച്ചേസ് മാർക്കറ്റ് പ്രൈസ് ആൻഡ് കോസ്റ്റ് പ്രൈസ്. മാർക്കറ്റ് പ്രൈസിൻ്റെയും കോസ്റ്റ് പ്രൈസിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും ഇവിടെ വരുന്നത്. ദെൻ ഇതിൻ്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി പർച്ചേസ്ഡ് ഇൻ ഈച്ച് ലോട്ട് ഈസ് ഇഗ്നോർഡ്. ക്വാണ്ടിറ്റി പർച്ചേസിന് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ലിമിറ്റേഷൻ. അതായത് വെറും പ്രൈസ് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. ഇറ്റ് ഡസ് നോട്ട് ഗിവ് ആക്യുറേറ്റ് റിസൾട്ട് വെൻ പ്രൈസ് ഫ്ലക്ച്വേറ്റ് കൺസിഡറബിളി. അതായത് ഇപ്പോൾ ആദ്യത്തെ പോയിന്റ് പറഞ്ഞതിന് എക്സ്പ്ലനേഷൻ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്തപ്പോൾ 10 ക്വാണ്ടിറ്റി നമ്മൾ 10 രൂപയ്ക്ക് വാങ്ങിച്ചു. അടുത്ത ദിവസം നമ്മൾ 1000 ക്വാണ്ടിറ്റി 15 രൂപയ്ക്കാണ് വാങ്ങിച്ചിട്ടുള്ളതെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ക്വാണ്ടിറ്റി വാങ്ങിയിട്ടുള്ളതിൽ വ്യത്യാസമുണ്ട്. ആദ്യത്തെ ദിവസം 10 ക്വാണ്ടിറ്റിയാണ് വാങ്ങിയത്, രണ്ടാമത്തെ ദിവസം 1000 ക്വാണ്ടിറ്റി വാങ്ങിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ പ്രൈസിൽ ഉള്ള ആവറേജാണ് എടുക്കുന്നത്. അതായത് എത്ര രൂപയ്ക്കാണോ വാങ്ങിയിട്ടുള്ളത് അതിൻ്റെ ആവറേജാണ് എടുക്കുന്നത്. അപ്പോൾ അത് വലിയൊരു ഫ്ലക്ച്വേഷൻ തന്നെ വരുത്തും. അതുകൊണ്ട് ഇറ്റ് ഡസ് നോട്ട് ഗിവ് ആക്യുറേറ്റ് റിസൾട്ട് വെൻ ദ പ്രൈസ് ഫ്ലക്ച്വേറ്റ് കൺസിഡറബിളി. അതുപോലെ തന്നെ പ്രൈസ് ഫ്ലക്ച്വേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നന്നായിട്ട് വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ ഇത് ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് വരില്ല. ദെൻ ചാൻസസ് ഓഫ് ക്ലറിക്കൽ എറേഴ്സ് ആൻഡ് മിസ്റ്റേക്സ് ആർ മോർ. ഇവിടെയും ക്ലറിക്കൽ എറേഴ്സ് മിസ്റ്റേക്ക് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. എറേഴ്സ് വരാനുള്ള സാധ്യത, ക്ലറിക്കൽ വർക്ക് വളരെ കുറവാണ്, പക്ഷേ എറേഴ്സ് വരാനുള്ള സാധ്യത ഉണ്ട്. മറ്റേതിൽ ക്ലറിക്കൽ എറേഴ്സ് വരാനുള്ള സാധ്യത കുറവാണ്, പക്ഷേ ക്ലറിക്കൽ വർക്കാണ് കൂടുതലായിട്ടുള്ളത്. Then give rise to profit or loss on materials because issue price does not relate to the cost of any consignment. Profit or loss മെറ്റീരിയൽസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പ്രോഫിറ്റോ ലോസോ നമ്മൾ നേരത്തെ പറഞ്ഞു, റൈസിങ് പ്രൈസ് സിറ്റുവേഷനിലോ ഫോളിങ് പ്രൈസ് സിറ്റുവേഷനിലോ നമുക്ക് ആ സിറ്റുവേഷൻ നോക്കിയിട്ട് ഏത് മെത്തേഡാണോ അത് വേണമെങ്കിൽ അഡോപ്റ്റ് ചെയ്യാം. പക്ഷേ ഇവിടെ നമുക്ക് ആവറേജ് ആയത് കാരണം പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് കൂടും, ലോസ് ആണെന്നുണ്ടെങ്കിൽ ലോസും കൂടും. അതിന് ഇതിൻ്റെ കോസ്റ്റുമായിട്ട് ഒരു കണക്ഷനും ഇല്ല. ദെൻ ഇത് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം നോക്കാം. ദ ഫോളോയിങ് ട്രാൻസാക്ഷൻസ് ടുക്ക് പ്ലേസ് ഇൻ റെസ്പെക്റ്റ് ഓഫ് ദ മെറ്റീരിയൽ ഐറ്റം. 5 ദിവസത്തെ ട്രാൻസാക്ഷൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. 2, 10, 15, 18, 20. ആദ്യത്തെ ദിവസം റെസീറ്റ് 200 ക്വാണ്ടിറ്റിയാണ് വാങ്ങിയിട്ടുള്ളത് 2 രൂപയ്ക്ക്. അന്ന് ഇഷ്യൂ ഒന്നും നടന്നിട്ടില്ല. രണ്ടാമത്തെ ദിവസം 300 2.40, അന്നും ഇഷ്യൂ ഒന്നുമില്ല. മൂന്നാമത്തെ ദിവസം ഇഷ്യൂ മാത്രമാണ് നടന്നത് 250. നാലാമത്തെ ഇഷ്യൂ 250 2.60 വാങ്ങിച്ചു. അഞ്ചാമത്തെ ദിവസം 200 ഇഷ്യൂ നടന്നു. ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ.
അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ആവറേജ് പ്രൈസ് മെത്തേഡ് പ്രകാരം, സിമ്പിൾ ആവറേജ് പ്രൈസ് മെത്തേഡ് പ്രകാരം കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റോഴ്സ് ലെഡ്ജർ അക്കൗണ്ട് എന്ന് പറഞ്ഞ് ഹെഡിങ് എഴുതുക. സിമ്പിൾ ആവറേജ് മെത്തേഡ് ഏത് മെത്തേഡാണോ അത് ബ്രാക്കറ്റിൽ എഴുതുക. നേരത്തെ പറഞ്ഞ പോലെ 3 കോളം റെസിപ്റ്റ്, ഇഷ്യൂ ആൻഡ് ബാലൻസ്. അതിൽ റെസിപ്റ്റിലെ ക്വാണ്ടിറ്റി, റേറ്റ് ആൻഡ് എമൗണ്ട്, ഇഷ്യൂവിൽ ക്വാണ്ടിറ്റി, റേറ്റ് ആൻഡ് എമൗണ്ട്. പക്ഷേ ബാലൻസിൽ നമുക്ക് ക്വാണ്ടിറ്റി ആൻഡ് എമൗണ്ട് മാത്രം മതി, റേറ്റ് വേണ്ട, റേറ്റ് കാണിക്കേണ്ട. കാരണം ഇവിടെ ആവറേജ് ആണ് നമ്മൾ കാണിക്കുന്നത്, അതുകൊണ്ട് റേറ്റ് നമുക്ക് പ്രത്യേകമായിട്ട് കാണിക്കാൻ പറ്റില്ല. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. അതിൽ ഫസ്റ്റ് ഡേയിൽ 2-ാം തീയതി എന്താണ് റെസീറ്റ് ആണുള്ളത് 200, 2, 400. ഇവിടെ ഓപ്പണിംഗ് ബാലൻസ് ഒന്നും കാണിച്ചിട്ടില്ല, അതുകൊണ്ട് നമ്മൾ നേരിട്ട് റെസീറ്റിലേക്ക് എൻ്റർ ചെയ്തു. അത് ബാലൻസിൽ നമ്മൾ കാണിക്കുകയും ചെയ്തു. ദെൻ 2-ാമത്തെ ദിവസം 300 ക്വാണ്ടിറ്റി റെസീപ്റ്റ് വന്നു. അത് നമ്മൾ അപ്പോൾ ടോട്ടൽ 300ഉം 200ഉം 500 നമ്മളുടെ ടോട്ടൽ ബാലൻസ്. അത് ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 1120 നമ്മളുടെ ബാലൻസ് കാണിച്ചു. ഇവിടെ റേറ്റ് കാണിക്കുന്നില്ല. ദെൻ 15-ാം തീയതി 250 നമ്മൾ ഇഷ്യൂ ചെയ്തു. അതിന് നോക്കുക എത്ര രൂപയ്ക്കാണെന്നുള്ളത് എങ്ങനെയാണ് കാണിക്കുക. എത്ര രൂപയ്ക്കാണെന്നുള്ളത് കാണിക്കുന്നത് 2 + 40, അതായത് 2 + 2.40, 2 രൂപ ആദ്യത്തെ ദിവസം, 2.40 രണ്ടാമത്തെ ദിവസം. അതിൻ്റെ ആവറേജ് അപ്പോൾ 2 + 2.40 / 2, അതായത് 2.20. അപ്പോൾ 250 × 2.20 ആണ് നമ്മളുടെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്, അതായത് 550. ഓക്കെ, അപ്പോൾ 2.220 നമുക്ക് കിട്ടിയത്. അത് കിട്ടിയത് എങ്ങനെയാണ് നമ്മൾ പറഞ്ഞു. ആദ്യത്തെ ദിവസത്തെ 2 രൂപയും രണ്ടാമത്തെ ദിവസത്തെ 2.40 കൂടെ കൂട്ടി അതിൻ്റെ / 2. സപ്പോസ് ഇവിടെ 3 ദിവസം ഉണ്ടായിരുന്നെങ്കിൽ ആ 3 ദിവസത്തെയും കൂട്ട / 3. അതായിരിക്കും നമ്മൾ വരിക. അപ്പോൾ ഇവിടെ 2.20 കിട്ടി അതിൻ്റെ പ്രൈസ്. അപ്പോൾ 250, അതിൻ്റെ ആവറേജ് എത്രയാണെന്നുള്ളത് നമ്മൾ ആ മൈനസ് ചെയ്തിട്ട്, അതായത് 1120 നിന്ന് 550 പോയാൽ ബാക്കി 570 അങ്ങനെ കാണിക്കുന്നു. ഇനി അടുത്ത ദിവസം 4-ാമത്തെ ദിവസം നമ്മൾ ഇഷ്യൂ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. സോ അന്നത്തെ ബാലൻസ് എന്ന് പറയുന്നത് ഈ 250ഉം ഈ 250ഉം കൂടെ കൂട്ടി 500 ക്വാണ്ടിറ്റി, 570ഉം ഈ 650ഉം കൂട്ടിയിട്ട് 1220. ദെൻ അടുത്ത ദിവസം 20-ാം തീയതി ഇഷ്യൂ നടന്നിട്ടുണ്ട് 20 രൂപയ്ക്ക്. അത് നോക്കുക, ആ 20 രൂപയ്ക്ക് എത്ര രൂപയ്ക്കാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്. തൊട്ട് മുന്നേ ഉള്ള പ്രൈസ് എന്ന് പറയുന്നത് 2.40ഉം 2.60. സോ 2.40 + 2.60 / 2. അപ്പോൾ / 2 എന്ന് പറയും. കാരണം ആദ്യത്തെ ഈ 2 രൂപേൻ്റെ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. 200 അത് മെറ്റീരിയൽസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. സോ 2.40 + 2.60 / 2 ചെയ്യുമ്പോൾ 2.50 കിട്ടും. അപ്പോൾ നമുക്ക് 500 ക്വാണ്ടിറ്റി. സോ അന്നത്തെ ബാലൻസ് എന്ന് പറയുന്നത് 200, മൊത്തം 500 ഉണ്ടായിരുന്നു, അതിൽ നിന്ന് 200 പോയാൽ ബാക്കി 720. ഓക്കെ, സോ ഇതിൽ നോട്ട് നോക്കി നോക്കുക. വൈൽ കാൽക്കുലേറ്റിംഗ് ആവറേജ് പ്രൈസ് ഓൺ 28/2018, the price of 2 is ignored because it is assumed that the issues of 15 completely exhausted the materials purchased on 2. അവിടെ കൺഫ്യൂഷൻ വേണ്ട. നമ്മൾ ഇപ്പോൾ ഈ 2.40ഉം 2.60ഉം കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 2 എടുത്തിട്ടില്ല. ഈ 2 എടുക്കാത്തതിന് കാരണം എന്താ വെച്ചാൽ നമ്മൾ സങ്കല്പം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ മുന്നേ ഇഷ്യൂ ചെയ്തിട്ടുള്ളത് കംപ്ലീറ്റ് ആ 200 മെറ്റീരിയൽസും എക്സോസ്റ്റ് ചെയ്ത് പോയിട്ടുണ്ട് എന്നുള്ളൊരു അസംഷനാണ്. ദെൻ ദ ബാലൻസ് ഓഫ് ദ മെറ്റീരിയൽ ഓൺ 15th 250 യൂണിറ്റ്സ് ആണ്, ആൻഡ് ഇറ്റ്സ് വാല്യൂ 570 ആണ്. ഇൻ ദ സിമിലർ വേ ദ ബാലൻസ് ക്യാൻ ബി അസർട്ടൈൻഡ്. ഓക്കെ, ഇതാണ്. അപ്പോൾ ഈ മെത്തേഡ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ. നമുക്ക് ഈ റേറ്റ് മാത്രം കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ നമുക്ക് എത്രയാണോ ബാലൻസ് വരുന്നത് അതുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഫിഫോ മെത്തേഡ് പോലെയോ ലിഫോ മെത്തേഡ് പോലെയോ കോംപ്ലിക്കേഷൻ ഇല്ല. ദെൻ വെയ്റ്റഡ് ആവറേജ് പ്രൈസ് മെത്തേഡ്. ഇത് സിമ്പിൾ ആവറേജ് മെത്തേഡിനേക്കാളും ഒന്നും കൂടെ കുറച്ച് ഒരു ഹയർ ലെവലിലുള്ളൊരു പ്രോബ്ലമാണ്. അതായത് വെയ്റ്റഡ് ആവറേജ് മെത്തേഡിൽ ഇഷ്യൂ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വാല്യൂ ഓഫ് ദ മെറ്റീരിയൽ, പ്രൈസ് അല്ല വാല്യൂ. പ്രൈസും വാല്യൂയും തമ്മിൽ വ്യത്യാസമുണ്ട്. പ്രൈസ് എന്ന് പറയുന്നത് വില, വാല്യൂ എന്ന് പറയുന്നത് ടോട്ടൽ, അതിൻ്റെ ആ ക്വാണ്ടിറ്റീൻ്റെ വിലയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് വാല്യൂ. വാല്യൂ ഓഫ് ദ മെറ്റീരിയൽ ഇൻ ഈ സ്റ്റോക്ക് ബൈ ദ ക്വാണ്ടിറ്റി ഓഫ് ദ മെറ്റീരിയൽ ഇൻ ദ സ്റ്റോക്ക്. നമ്മൾ മറ്റേ മെത്തേഡിൽ ഒരു ലിമിറ്റേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ ക്വാണ്ടിറ്റി നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ളത്. നേരത്തെ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണ് 10 ക്വാണ്ടിറ്റി 2 രൂപയ്ക്കാണ്. സപ്പോസ് 1000 ക്വാണ്ടിറ്റി നമ്മൾ
ഒരു 12 രൂപയ്ക്ക് വാങ്ങിച്ചു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഇങ്ങനെയാണ് കാണിക്കുകയാണ് 2 + 12 / 2 ഇതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ എന്താണ് നമ്മൾ ചെയ്യുന്നത്? 10 × 2 അതായത് 20 + 1000 × 12 12,000 / ഈ ഇതിൻ്റെ റേറ്റ്, അതായത് എത്രയാണോ ക്വാണ്ടിറ്റി വരുന്നത് ആ ക്വാണ്ടിറ്റിയാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. സോ ഈ മെത്തേഡാണ് ഒന്നും കൂടെ മറ്റതിനേക്കാളും ആക്യുറേറ്റ് ആയിട്ടുള്ള മെത്തേഡ്. കാരണം ക്വാണ്ടിറ്റിയും പ്രൈസും രണ്ടും കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇൻ ദി കേസ് ഓഫ് ലോസ് ഓഫ് മെറ്റീരിയൽസ് ഇറ്റ് ഷുഡ് ബി റെക്കോർഡഡ് ഓൺലി ഇൻ ടേംസ് ഓഫ് ക്വാണ്ടിറ്റി. നോ ചേഞ്ച് ഈസ് മെയ്ഡ് ഇൻ ദ വാല്യൂ. അതായത് ലോസ് ഓഫ് മെറ്റീരിയൽ ഉണ്ടെങ്കിൽ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സപ്പോസ് ലോസ് ഓഫ് മെറ്റീരിയൽ ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇറ്റ് റെക്കോർഡഡ് ഓൺലി ഇൻ ടേംസ് ഓഫ് ക്വാണ്ടിറ്റി. ഇഷ്യൂ കോളത്തിൽ മാത്രം കാണിച്ചാൽ മതി, എമൗണ്ട് കോളത്തിൽ വേണ്ട. നോ ചേഞ്ച് ഈസ് മെയ്ഡ് ഇൻ ദ വാല്യൂ. എമൗണ്ട് കോളത്തിൽ കാണിക്കേണ്ട കാരണം അസംഷൻ ദ ലോസ് ഈസ് നോർമൽ. ഇഫ് ഇറ്റ് ഈസ് അബ്നോർമൽ ഇറ്റ് ട്രീറ്റഡ് ആസ് ജസ്റ്റ് ലൈക്ക് ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിലൊക്കെ കാണിക്കും? ക്വാണ്ടിറ്റി കോളത്തിലും കാണിക്കും, അതേപോലെ തന്നെ എമൗണ്ട് കോളത്തിലും കാണിക്കും. പക്ഷേ ഇവിടെ നമ്മൾ അബ്നോർമൽ ലോസ് ആണെങ്കിൽ മാത്രം ഇഷ്യൂ കോളത്തിൽ കാണിച്ചാൽ മതി. നോർമൽ ലോസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഇഷ്യൂ കോളത്തിൽ അതായത് ക്വാണ്ടിറ്റീൻ്റെ കോളത്തിൽ മാത്രം കുറച്ചാൽ മതി, എമൗണ്ട് കോളത്തിൽ റെക്കോർഡ് ചെയ്യേണ്ട. ഇത് നമ്മൾ പ്രോസസ് കോസ്റ്റിങ്ങിൽ അബ്നോർമൽ ലോസും നോർമൽ ലോസും പറഞ്ഞിരുന്ന അതേ തിയറി തന്നെയാണ്. നോർമൽ ലോസ് എന്ന് പറയുന്നത് നോർമൽ സിറ്റുവേഷനിൽ വരാൻ സാധ്യതയുള്ള ലോസുകളാണ്, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ലോസുകളാണ്. അതുകൊണ്ട് അതിൻ്റെ പ്രൈസിൽ എഫക്റ്റ് ചെയ്യില്ല. അതേസമയം അബ്നോർമൽ ലോസ് എന്ന് പറയുമ്പോൾ അത് നമ്മൾ പ്രൈസിൽ എഫക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ വെയ്റ്റഡ് ആവറേജിൽ നമുക്ക് ഇതൊക്കെ വരുന്നൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. അതിന് മുന്നേ അതിൻ്റെ രണ്ടിൻ്റെയും അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. അഡ്വാൻറ്റേജസ് പറയുകയാണെങ്കിൽ സയൻറ്റിഫിക് മെത്തേഡാണ്, മറ്റതിനേക്കാളും ബെസ്റ്റ് മെത്തേഡാണ്. ബിക്കോസ് പ്രൈസ് ഫ്ലക്ച്വേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഇത് ബെസ്റ്റ് മെത്തേഡാണ്. ഇറ്റ് ഡസ് നോട്ട് ഇൻവോൾവ് മച്ച് ക്ലറിക്കൽ വർക്ക്. മറ്റേതിലെ പോലെ തന്നെ ഇഷ്യൂ റേറ്റ് റിമെയിൻ ദ സെയിം അണ്ടിൽ എ ഫ്രഷ് പർച്ചേസ് ഈസ് മെയ്ഡ്. ഈസി ടു അണ്ടർസ്റ്റാൻഡ്. ഇഷ്യൂ പ്രൈസ് ഈസ് ജനറലി ക്ലോസ് ടു മാർക്കറ്റ് പ്രൈസ്. പക്ഷേ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് മെറ്റീരിയൽസ് ആർ നോട്ട് ഇഷ്യൂഡ് അറ്റ് ആക്ച്വൽ കോസ്റ്റ്. ഇഷ്യൂ പ്രൈസ് ഈസ് ടു ബി കാൽക്കുലേറ്റഡ് ഈച്ച് ടൈം അറ്റ് എ ന്യൂ പർച്ചേസ് ഈസ് മെയ്ഡ്. ഇൻവോൾവ്സ് മെനി കാൽക്കുലേഷൻസ് വേർ ന്യൂ പർച്ചേസസ് ആർ മെയ്ഡ് ഫ്രീക്വൻ്റ്ലി. ഇടയ്ക്കിടയ്ക്ക് വാങ്ങിക്കേണ്ടതുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ക്ലറിക്കൽ എറേഴ്സ് വരാനുള്ള സാധ്യത ഉണ്ട്. കാൽക്കുലേഷൻസ് വളരെയധികം ഇല്ല, പക്ഷേ ക്ലറിക്കൽ എറേഴ്സ് വരാനുള്ള സാധ്യത ഉണ്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് നോട്ട് വാല്യൂഡ് അറ്റ് കറൻറ്റ് കോസ്റ്റ്. ഇതൊക്കെയാണ് അതിൻ്റെ ലിമിറ്റേഷൻസ്. ഇനി അതിൻ്റെ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഓപ്പണിംഗ് ബാലൻസ്, അതായത് മാർച്ച് 2-ാം തീയതി മുതൽ 7-ാം തീയതി വരെയുള്ള ട്രാൻസാക്ഷൻസ് ആണ് കാണിച്ചിട്ടുള്ളത്. അതായത് 6 ദിവസത്തെ ട്രാൻസാക്ഷൻസ്. ഓപ്പണിംഗ് ബാലൻസ് 200 ടണ്ണ് 50 ഒരു ടണ്ണിന് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ദെൻ പർച്ചേസ് ചെയ്തു, ദെൻ ഇഷ്യൂ ചെയ്തു, ദെൻ റിസീവ്ഡ് ബാക്ക് ഫ്രം കംപ്ലീറ്റ് വർക്ക് ഓർഡർ 40 ടൺസ്. പ്രീവിയസ്ലി ഇഷ്യൂ ചെയ്തത് തിരിച്ചു വന്നിട്ടുണ്ട്. ദെൻ ഇഷ്യൂ 160 ടൺ. അപ്പോൾ ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഇത് കാണിക്കുക അല്ലെങ്കിൽ പ്രോബ്ലം ചെയ്യാം? അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ആദ്യത്തെ ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ ക്വാണ്ടിറ്റി ആൻഡ് എമൗണ്ട് കോളത്തിൽ കാണിക്കുന്നു. ഇനി മാർച്ച് 3-ാം തീയതി ഇഷ്യൂ ചെയ്തു 120 ടൺ. അപ്പോൾ 200 ടൺ ഓൾറെഡി ഉണ്ട്. അപ്പോൾ 120 ടൺ ഇഷ്യൂ ചെയ്തു. ഈ ഇഷ്യൂ ചെയ്തത് എത്ര രൂപയ്ക്കാണെന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? അത് കാൽക്കുലേറ്റ് ചെയ്യുക. എത്രയാണോ എമൗണ്ട് 10,000 ഡിവൈഡഡ് ബൈ 200, അതായത് 10,000 ഡിവൈഡഡ് ബൈ 200 എത്രയാണ് വരിക? 50 രൂപ. ആ 50 രൂപയ്ക്കാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് 6,000. ഓക്കെ, ബാലൻസ് 80 ക്വാണ്ടിറ്റി ഉണ്ടായിരിക്കും, 4,000 വന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് ഡേയിൽ നമ്മൾ പർച്ചേസ് ചെയ്തു. പർച്ചേസ്ഡ് 240 ടൺ 50 രൂപ 50 പൈസയ്ക്കാണ് വാങ്ങിയിട്ടുള്ളത്. അത് നമ്മൾ റെക്കോർഡ് ചെയ്തു. അപ്പോൾ അന്നത്തെ ദിവസം ബാലൻസ് എന്തൊക്കെയുള്ളത്? ഈ 80 രൂപയുണ്ട്, 240 രൂപയുണ്ട്, മൊത്തം 320 രൂപ. ഇനി എമൗണ്ട് 4,000 12,120, ടോട്ടൽ 16,120. അവിടെയൊക്കെ നമുക്ക് കാൽക്കുലേഷന് എളുപ്പമാണ്. ദെൻ 5-ാമത്തെ ട്രാൻസാക്ഷൻ നോക്കുക. ഇഷ്യൂഡ് 100 ടൺസ് ഇഷ്യൂ ചെയ്തു. അതായത് സ്റ്റോക്ക് വെരിഫിക്കേഷൻ റിവീൽസ് എ ലോസ് ഓഫ് 2 ടൺ. നമുക്ക് നോർമൽ ലോസ് ഉള്ളതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് നോർമൽ ലോസ് അല്ല, സ്റ്റോക്ക് വെരിഫിക്കേഷൻ ചെയ്ത സമയത്ത് സ്റ്റോക്ക് വെരിഫിക്കേഷൻ ചെയ്ത സമയത്ത് പിന്നെ ലോസ് ഉള്ളതായിട്ട് 2 ടണ്ണിൻ്റെ ലോസ് ഉള്ളതായിട്ട് കാണിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. യെസ്, ഇറ്റ് ഈസ് നോർമൽ ലോസ്. അതായത് അത് നോർമലി നമ്മൾ വെരിഫൈ ചെയ്യുന്ന സമയത്ത് ലോസ് ഉള്ളതായിട്ട് വന്നതാണ്. അപ്പോൾ നോർമൽ ലോസ് ആണെന്നുണ്ടെങ്കിലും നമുക്കത് പ്രത്യേകിച്ച് അബ്നോർമൽ
ആണെന്നൊന്നും ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മൾ നേരത്തെ എന്താണ് തിയറിയിൽ പഠിച്ചിട്ടുള്ളത്, നോർമൽ ലോസ് ആണെന്നുണ്ടെങ്കിൽ ഇഷ്യൂ കോളത്തിൽ മാത്രം കാണിക്കുക. അപ്പോൾ ഇവിടെ നോക്കുക 2 അവിടെ ഇഷ്യൂ കോളത്തിൽ മാത്രമേ ഉള്ളൂ, റേറ്റിൻ്റെ കോളത്തിലും ഇല്ല, എമൗണ്ട് കോളത്തിലും ഇല്ല. ഇവിടെ 2 മാത്രം കാണിച്ചു. അപ്പോൾ ഈ 2 കുറച്ച് 320 2 കുറച്ചാൽ 318, വില അത് തന്നെ 16,120 തന്നെയാണ് കാണിക്കുന്നത്. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതാണ് നമ്മൾ തിയറിയിൽ പറഞ്ഞിട്ടുള്ള കാര്യം. ദെൻ റിസീവ്ഡ് ബാക്ക്, ഇനി 6-ാം തീയതി നടന്ന ട്രാൻസാക്ഷൻ റിസീവ്ഡ് ബാക്ക് കംപ്ലീറ്റ് വർക്ക് ഓർഡർ 40 ടൺ, 40 ടൺ തിരിച്ചു വന്നു. 50 രൂപ 25 പൈസയ്ക്കാണ് തന്നിട്ടുണ്ട്. അപ്പോൾ തിരിച്ചു വന്നു. അപ്പോൾ അന്നത്തെ ദിവസത്തെ ബാലൻസ് 258. ടെക്സ്റ്റിലൊരു ചെറിയ വ്യത്യാസമുണ്ട്, 130.51 വരുന്നത്. എഴുതിയിട്ടുള്ള 130.70. അതൊന്ന് ടെക്സ്റ്റുള്ളവർ തിരുത്തിയിട്ട് എഴുതുക. ഓക്കെ. ദെൻ 7-ാം തീയതി ഇഷ്യൂ ചെയ്ത് 160 ടൺ. ഈ 160 ടൺ ഇഷ്യൂ ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ വില കാൽക്കുലേറ്റ് ചെയ്യുന്നത്? 130.61 ഡിവൈഡഡ് ബൈ 258. അപ്പോൾ നമുക്ക് 50.62 കിട്ടും. 62 കിട്ടും. അതാണ് നമ്മൾ ഇവിടെ ഇഷ്യൂ ചെയ്യുന്ന പ്രൈസ്. ഓക്കെ, അപ്പോൾ അന്നത്തെ ദിവസത്തെ ബാലൻസ് ഉണ്ടാകുന്നത് 98.4962. അപ്പോൾ ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നത് ഈ 98 ക്വാണ്ടിറ്റി 4962 ആണ്. ഏതൊരു പ്രോബ്ലം ചെയ്യുമ്പോഴും നമ്മളോട് ക്ലോസിംഗ് സ്റ്റോക്ക് സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ഡേയിൽ നടന്നിട്ടുള്ള ട്രാൻസാക്ഷൻ എന്താണോ അന്നത്തെ ബാലൻസ് ആണ് ക്ലോസിംഗ് സ്റ്റോക്കായിട്ട് വെക്കേണ്ടത്. ഇത് കണ്ടോ, ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു 98 ടൺസ് വാല്യൂ 4962 എന്ന് പറഞ്ഞിട്ട് പ്രോബ്ലത്തിൻ്റെ ലാസ്റ്റ് നമുക്ക് എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ എല്ലാ പ്രോബ്ലം ചെയ്യുമ്പോഴും ലാസ്റ്റ് എഴുതണം. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ലോസ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നോർമൽ ലോസ് ആണെങ്കിൽ, അബ്നോർമൽ ലോസ് ആണെങ്കിൽ പ്രത്യേകിച്ച് ക്വസ്റ്റ്യനിൽ തരും അബ്നോർമൽ ആണെന്ന്. നോർമൽ ലോസ് ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ക്വാണ്ടിറ്റിയിൽ മാത്രം കാണിച്ചാൽ മതി, എമൗണ്ട് കോളത്തിൽ കാണിക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഇവിടെ ക്വാണ്ടിറ്റി കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എമൗണ്ടിൽ കുറയ്ക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. സോ മെറ്റീരിയൽ ചാപ്റ്റർ ഈസ് ഓവർ.